ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം നമുക്ക് ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 20 ചെറിയ ഉള്ളി, ചുവന്നുള്ളി ഇല്ലേ, അത് ഒരു 20 എണ്ണം വേണം. ഒരു വലിയ കുടം വെളുത്തുള്ളി വേണം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും. ഈ ചുവന്നുള്ളി നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് ടൊമാറ്റോ സോസ്. ഈ ടൊമാറ്റോ സോസ് സാധാരണ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ സാധനങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ഒരു ബോട്ടിൽ വാങ്ങിച്ചു. പിന്നെ പൊടികൾ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പറയാം. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടിയുള്ള പേസ്റ്റ് അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ കുറച്ച് നീര് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്തെടുത്ത ചിക്കൻ നമുക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ഒരു ഫ്രൈയിങ് പാൻ ചൂടായിട്ട് വരുമ്പോഴേ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുക വെളിച്ചെണ്ണ യൂസ് ചെയ്താലാണ്. എണ്ണ ചൂടായിട്ട് വരുമ്പോഴേ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ചിക്കനില്ലേ, മസാലയൊക്കെ പുരട്ടി വെച്ച ആ ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. ഈ വേപ്പിലിട്ട് കൊടുത്തിട്ട് അതിൽ കിടന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഈ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാനും യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അതിലുള്ള ആ അടിഞ്ഞു കൂടിയിട്ടുള്ള മസാലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കോരി മാറ്റണം. പിന്നെ സ്റ്റൗ കത്തിച്ചിട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ചെറുള്ളി എല്ലാതും ഇട്ട് കൊടുക്കുക. 20 ചെറുള്ളി നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടില്ലേ, അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ചമണം ഒന്ന് പോകട്ടെ. എന്നിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു മെയിൻ ഐറ്റമാണ് വറ്റൽമുളക് ചതച്ചെടുത്തത്. അതൊരു 2.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ് ശരിക്കും ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് 1/2 കപ്പ് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ്. അതിൻ്റെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നത്. മാത്രമല്ല നല്ല ടേസ്റ്റും ആയിരിക്കും ഇത് കഴിക്കാനും. ഇനി അതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടിയും ചേർത്തോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൽ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന വരെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്